ഹായ് കൂട്ടുകാരെ, ഞാൻ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുകയാണ്. ഇത് 3 ലിറ്റർ പാൽ ഞാൻ വാങ്ങിയായിരുന്നു. ആ പാലിനെ ഞാൻ അടുപ്പത്ത് വെച്ച് വറ്റിച്ചത് ഇത്രയായി. ഇപ്പോൾ ഇത് ഏകദേശം 1.5 ലിറ്ററോളം ഉണ്ട്. ആ രീതിയിൽ വറ്റിയതിന് ശേഷമാണ് ഞാൻ ഇപ്പം ഗ്യാസിൽ കൊണ്ടുവച്ചത്. അല്ലെങ്കിൽ ഇത്രയും വറ്റുന്നതിന് വേണ്ടി നമ്മൾ ഗ്യാസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഏകദേശം 1 സിലിണ്ടർ ഗ്യാസ് തീരുമായിരുന്നു. അത്രയ്ക്ക് സമയമായി. ഇപ്പം തന്നെ 1.5 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട്. 4:30 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോഴാണ് ഏകദേശം ശരിയായി വരുന്നത്. ഞാൻ 3 ലിറ്റർ പാലും 250 ഗ്രാം എവരിഡേയുടെ പാൽപ്പൊടിയും 250 ഗ്രാം പഞ്ചസാരയുമാണ് ഞാൻ ഉപയോഗിച്ചത്. ആദ്യം ഞാൻ പാൽ തിളച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ എവരിഡേയുടെ പൊടി ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ പഞ്ചസാരയിട്ട് കാച്ചുകയാണ്. വറ്റി വറ്റി കുറുകി വരികയാണ്. ഇനി കുറച്ച് സമയം കൂടെ ആകുമ്പോൾ ഇത് റെഡിയാവും, പാൽപ്പൊടിയാവും. പാൽപ്പൊടിയല്ല, മിൽക്ക് മെയ്ഡാവും. നമ്മൾ വാങ്ങുന്നതിനേക്കാളും ഒരുപാട് ലാഭമാണ് നമുക്ക്. നമ്മൾ വാങ്ങുന്നത് ഒരു ടിന്നിന് തന്നെ ഏകദേശം 175 രൂപയോളം വിലയുണ്ട്. എന്നാൽ ഇതാണെങ്കിൽ നമുക്ക് കുറഞ്ഞതൊരു 3 ടിന്നെങ്കിലും കിട്ടും. നമ്മൾ ഇതേപോലെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് അത്യാവശ്യത്തിന് ഇപ്പം ബ്രെഡ് വാങ്ങി കഴിഞ്ഞാൽ അവർക്ക് ബ്രെഡിൻ്റെ കൂടെ കൊടുക്കാം. അഥവാ അപ്പം ചുട്ട് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർക്ക് അപ്പത്തിൻ്റെ കൂടെ ഇത് കറിക്ക് പകരം ഇത് കൊടുക്കാം. നമുക്ക് പായസം വയ്ക്കുമ്പോൾ പായസത്തിൽ ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഏത് ആവശ്യത്തിന് വേണമെങ്കിൽ അത്യാവശ്യ സമയത്ത് നമ്മളെ വീട്ടിൽ പാലില്ലെങ്കിൽ നമുക്ക് പാലിന് പകരമായിട്ടിത് കുറച്ചെടുത്ത് ചായ ഇടാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനാണെങ്കിൽ അവർ പെട്ടെന്ന് കട്ടിയാകുന്നതിന് വേണ്ടി കോൺഫ്ലവറൊക്കെ ഇഷ്ടം പോലെ ഇടും. അതിൽ കോൺഫ്ലവറോ വേറെ എന്തെങ്കിലും പിന്നെ ചീത്തയാകാതിരിക്കാൻ വേണ്ടി അവർ കെമിക്കലൊക്കെ ചേർക്കും. എന്നാൽ നമ്മളാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല. എവരിഡേയുടെ പാൽപ്പൊടിയും പഞ്ചസാരയും മാത്രമാണ് ഈ പാലിൽ ചേർത്തത്. അപ്പോൾ നമ്മളെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് നമ്മളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ വേറെ ഒരു കെമിക്കലും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതെല്ലാം കെമിക്കൽ ചേർത്ത സാധനങ്ങളാണ്. ഏകദേശം കട്ടിയായി കൊണ്ടിരിക്കുകയാണ്. കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം റെഡിയാവാറായി വരികയാണ്. ഇതെന്തായാലും 4 ബോട്ടിലിൻ്റെ വീതമെങ്കിലും കാണുമെന്നാണ് എൻ്റെ ഉദ്ദേശം. ഏകദേശം കട്ടിയായി. ഇനിയിപ്പോൾ ഇത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്കൊക്കെ കൊച്ചു പിള്ളേരുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഈ പിള്ളേർക്ക് വാങ്ങി കൊടുക്കുന്നതെല്ലാം കെമിക്കലുകളാണ്. അതുകൊണ്ട് അവർ ഈ ഓരോ കെമിക്കലുകൾ ചേർത്ത് കേടാകാതെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു കെമിക്കലും നമ്മൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. വിശ്വസിച്ച് നമ്മളെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കും. ഇത് കണ്ട് എനിക്ക് ഒരു ജോലിയുണ്ട്. ഞാൻ ജോലിക്ക് പോയിട്ട് വന്നതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വൈകുന്നേര സമയത്തിൽ ഇത് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് കിട്ടും. കണ്ടോ, ഇപ്പോൾ കട്ടിയായിക്കൊണ്ട് ഇനി നേരം കൂടെ ആകുമ്പോൾ നല്ല കട്ടിയാകും. ആദ്യത്തേക്കാൾ ഒരുപാട് കട്ടിയായിട്ടുണ്ട് മിൽക്ക് മെയ്ഡ്. ഇപ്പോൾ നമ്മളെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് പാലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ഉണ്ടാക്കാം. നെയ്യ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. പാൽപ്പാട ഞാൻ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇടും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഞാൻ തുടർന്നിടുന്ന വീഡിയോകളും കാണണം. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നല്ലൊരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും വീട്ടിൽ മിക്കവരും പായസം വയ്ക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കും. മിൽക്ക് മെയ്ഡ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. നമ്മളെ മിൽക്ക് മെയ്ഡ് റെഡിയായി. നല്ല കട്ടിയായി. ഇനിയിപ്പം ഗ്യാസ് ഓഫ് ചെയ്യും. നല്ല കട്ടിയായിട്ടുണ്ട്. ഏകദേശം ഇതിപ്പോൾ ഒരു 4 ടിന്ന് നമ്മൾ വാങ്ങുന്ന ഇതിൻ്റെ കണക്കിനാണെങ്കിൽ ഒരു 4 ടിന്ന് ഇത് കിട്ടിക്കാണും. 3 ലിറ്റർ പാല് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങിയതാണ്. 1 ലിറ്ററിന് 55 രൂപ വെച്ച്. അങ്ങനെ 3 ലിറ്റർ പാലും 250 ഗ്രാം പാൽപ്പൊടിയും 250 പഞ്ചസാരയും, അത്രയേ ചിലവുള്ളൂ. ഇത് പക്ഷേ നമ്മൾ ഇത്രയും മിൽക്ക് മെയ്ഡ് വെളിയിൽ നിന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഉത്സാഹിച്ച് ഇതേപോലെ നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെ ചെയ്യുക. നിങ്ങളെ മക്കൾക്കെല്ലാം സ്വന്തമായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കി കൊടുക്കുക.
ഇതേപോലെ കെമിക്കലില്ലാതെ ഉണ്ടാക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇത് നമ്മൾ ചീത്തയാകാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്നിട്ട് ഇത് കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് പുറത്ത് വെച്ചിരുന്നാൽ ചീത്തയാകണമെങ്കിലോ, അതുകൊണ്ട് കുറച്ച് നേരം വെച്ചിരുന്ന് ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇതിനെ ടിന്നിലാക്കി നമ്മൾ മലക്കറിയൊക്കെ വയ്ക്കുന്ന ട്രാക്കകത്ത് ഇത് ഇട്ടിരുന്നാൽ മതി. എത്ര നാൾ വേണമെങ്കിലും ചീത്തയാകാതെ ഇരിക്കും. ചെറിയ തണുപ്പ് മതി, വലിയ തണുപ്പൊന്നും വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതാ കട്ടിയായി. ഞാനിതാ ഓഫ് ചെയ്യാൻ പോവുകയാണ്. കട്ടി. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ തുടർന്ന് എൻ്റെ ചാനലുകളിലുള്ള വീഡിയോകൾ നിങ്ങളെല്ലാവരും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു.